കുട്ടികളിൽ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങളും അവയ്ക്കുള്ള നൂതന ചികിത്സാ മാർഗങ്ങളും തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രോഹിത് രാജ് GR സംസാരിക്കുന്നു. കുട്ടികളിലെ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ അഥവാ കൺജന്റൽ ഹാർട്ട് ഡിസീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1000 കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ അവരിൽ ഒരു 7 മുതൽ 8 കുട്ടികൾക്ക് വരെ കൺജന്റൽ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൺജന്റൽ ഹാർട്ട് ഡിസീസോട് ജനിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ ഏറെക്കുറെ എല്ലാവരുടെയും ഒരു സംശയം എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഒരു ഹൃദ്രോഗം ഉണ്ടായി എന്നുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവ സംവിധാനവും അതിസങ്കീർണമായ ഒരു ഡെവലപ്മെൻറ്റ് പ്രക്രിയയിലൂടെ കടന്നാണ് ഇവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ ചെറിയൊരു വ്യത്യാസം മതി ഹൃദ്രോഗത്തോടു കൂടി കുട്ടി ജനിക്കാൻ കാരണമാകുന്നത്. കൺജന്റൽ ഹാർട്ട് ഡിസീസുകൾ എടുക്കുകയാണെങ്കിൽ അവയിൽ 50% കൺജന്റൽ ഹാർട്ട് ഡിസീസുകളും ഗൗരവമുള്ളവയല്ല. സങ്കീർണതയനുസരിച്ച് നമുക്ക് കൺജന്റൽ ഹാർട്ട് ഡിസീസുകളെ സിമ്പിൾ, അതായത് സാധാരണമായവ, 2 സങ്കീർണത കൂടിയ കോംപ്ലക്സ് കൺജന്റൽ ഹാർട്ട് ഡിസീസ്, 3 അതിസങ്കീർണമായ വെരി കോംപ്ലക്സ് കൺജന്റൽ ഹാർട്ട് ഡിസീസ് എന്നിങ്ങനെ തരംതിരിക്കാം. അതിൽ ആദ്യത്തെ സിമ്പിൾ കൺജന്റൽ ഹാർട്ട് ഡിസീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവയ്ക്ക് കാര്യമായ ചികിത്സ ആവശ്യമില്ല. ഉദാഹരണത്തിന് ചെറിയ ഹോളുകൾ, ചെറിയ വാൽവുകൾക്കുണ്ടാകുന്ന ചെറിയ ചുരുക്കങ്ങൾ എന്നിവയാണ് ഇതിനുദാഹരണം. കോംപ്ലക്സ് കൺജന്റൽ ഹാർട്ട് ഡിസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു പ്രശ്നം മാത്രമല്ല, ഒരു ഹോള് മാത്രമല്ല, ആ ഹോളിന് അനുബന്ധമായി മറ്റു ചില പ്രശ്നങ്ങളും കാണും. ഉദാഹരണമായിട്ട് ടെട്രോളജി ഓഫ് പാലറ്റ്, ടോഫ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ, കുട്ടികളിൽ നീല നിറം വരെ ആകുന്ന ഒരു രോഗാവസ്ഥയാണ് ഇതിന് സർജറിയോ ഇൻ്റർവെൻഷണൽ പ്രൊസീജിയേഴ്സോ ആവശ്യമായി വരും. സങ്കീർണത കുറച്ചുകൂടി കൂടിയ അതിസങ്കീർണമായ കൺജന്റൽ ഹാർട്ട് ഡിസീസുകൾ, ഉദാഹരണത്തിന് ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇടത്തെ സൈഡിലെ അറകൾക്ക് ഡെവലപ്മെൻറ്റ് വൈസ് തന്നെ വലിപ്പക്കുറവുകൾ, അവ പൂർണ്ണമായി ഫോം ആവാതിരിക്കുക, അതേ കണക്ക് തന്നെ ഇടത് സൈഡിൽ നിന്ന് വരുന്ന വാൽവും രക്തക്കുഴലുകളും ചെറിയ സൈസിലിരിക്കുക, അങ്ങനെയുള്ള ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം. അല്ലെങ്കിൽ 2 കീഴറകൾക്ക് പകരമായി ഒരു കീഴറ മാത്രമായി ഇരിക്കുന്ന സിംഗിൾ വെൻട്രിക്കിൾ മുതലായ രോഗങ്ങൾ. ഇനി സങ്കീർണത ഇതിലും കൂടിയ ചില രോഗങ്ങളുണ്ട്. അവയ്ക്ക് കുട്ടി ജനിക്കുമ്പോൾ തന്നെ അടിയന്തരമായ ചികിത്സ, അത് NICUയിൽ കിടത്തി ഒരു മരുന്ന് ഇഞ്ചക്ഷൻ ആവാം, അതല്ലെങ്കിൽ ഒരു ഇൻ്റർവെൻഷണൽ പ്രൊസീജിയർ ആവാം, അല്ലെങ്കിൽ ഒരു സർജറി ആവാം. ഇങ്ങനെയുള്ള അടിയന്തര ചികിത്സകൾ ചെയ്തില്ലെങ്കിൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താകുന്ന രീതിയിലുള്ള ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസുകളുമുണ്ട്. ഗർഭാവസ്ഥയിൽ ചെയ്യുന്ന ഫീറ്റൽ എക്കോ എന്ന് പറഞ്ഞ ഒരു പരിശോധനയിലൂടെ നമുക്ക് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസുകൾ തിരിച്ചറിയാൻ സാധിക്കും. ഗർഭിണിയായിരിക്കുമ്പോൾ 19-ാം ആഴ്ച മുതൽ 23-ാം ആഴ്ചക്കിടയ്ക്കായിട്ടാണ് കറക്റ്റായി ഒരു സമയം ഈ ഫീറ്റൽ എക്കോ ചെയ്യുന്നതിനുള്ളത്. എന്നാൽ എല്ലാ ഗർഭിണികൾക്കും ഫീറ്റൽ എക്കോ ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായ ഒരു കാര്യമല്ല. കൺജന്റൽ ഹാർട്ട് ഡിസീസുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലായിട്ടുള്ളവരിൽ, അതായത് ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടായിരിക്കുക, ഗർഭിണിയായിരിക്കുമ്പോൾ പ്രഷറിൻ്റെ അസുഖമുണ്ട്, അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലെ ചില പ്രത്യേക സമയങ്ങളിൽ അണുബാധ ഉണ്ടാവുക, ഗർഭിണിയായിരിക്കുമ്പോൾ ചില പ്രത്യേക മരുന്നുകൾ എടുക്കേണ്ടി വരിക, ഗർഭിണിയായിരിക്കുമ്പോൾ എക്സ്റേ മുതലായ റേഡിയേഷൻ എക്സ്പോഷർ വരിക, അല്ലെങ്കിൽ ഇതിനു മുമ്പൊരു കുട്ടി ജന്മനാ ഉള്ള ഹൃദ്രോഗത്തോടു കൂടി ജനിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോൾ ചെയ്യുന്ന ചില പരിശോധനകൾ, ഡബിൾ മാർക്കർ, ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റുകളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട്, അതല്ലെങ്കിൽ 19-ാം ആഴ്ച ചെയ്യുന്ന അനോമലി സ്കാനിൽ ഹാർട്ടിന് രോഗമുണ്ടോ എന്ന സംശയമുണ്ട്. ഇങ്ങനെയുള്ളവരിലാണ് സാധാരണയായി നമ്മൾ ഫീറ്റൽ എക്കോ ചെയ്യുന്നത്. ഫീറ്റൽ എക്കോ ചെയ്യുന്നത് വഴി ചെറിയ ചെറിയ ഡിഫക്റ്റുകൾ ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്ന് വരാം. എന്നാൽ അതിസങ്കീർണമായവ നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് പ്രായോഗികമായ ഒരു ചികിത്സാ രീതി ഇല്ല, അല്ലെങ്കിൽ ഒരു മൾട്ടി സ്റ്റെപ്പ് സർജറിയൊക്കെയാണ് വേണ്ടത് എന്ന് തോന്നുകയാണെങ്കിൽ ചില അവസരങ്ങളിൽ നമ്മൾ ആ ഗർഭം കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് രോഗിയും രോഗിയുടെ കുടുംബവും ഡോക്ടറും കൂടെ ചേർന്ന് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഫീറ്റൽ എക്കോ കേരളത്തിൽ വളരെയധികം പ്രചാരം നേടിയതുകൊണ്ടാണ് നമുക്ക് കേരളത്തിന് ഒറ്റ സംഖ്യയായിട്ട് ശിശു മരണനിരക്ക് കുറയ്ക്കാൻ തന്നെ സാധിച്ചതിൽ ഒരു വലിയ പങ്ക് ഫീറ്റൽ എക്കോയ്ക്കാണ്. ഇനി കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കൺജന്റൽ ഹാർട്ട് ഡിസീസുകളുടെ രോഗലക്ഷണങ്ങൾ? ഒന്ന്, കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് പാല് കുടിക്കാൻ ബുദ്ധിമുട്ട്, തുടർച്ചയായി പാല് വലിച്ചു കുടിക്കുന്നില്ല, പാല് കുടിക്കുമ്പോഴത്തേക്ക് നെറ്റിയിൽ വിയർപ്പ് ഒരുപാടായിട്ട് കാണുന്നുണ്ട്, പാല് കുടിക്കുമ്പോഴത്തേക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, വളരെ വേഗം ശ്വാസം എടുക്കുന്നു, നെഞ്ചിൻ്റെ അവിടെ അകത്തോട്ട് കുഴിഞ്ഞുകൊണ്ട് ശ്വാസം എടുക്കുന്നു, വെയിറ്റ് വെക്കുന്നില്ല, ചിലരിൽ നീല നിറമായിട്ട് കാണുന്നു. ഇവയെല്ലാം രോഗലക്ഷണങ്ങളാകാം. വലിയ കുട്ടികളിലാണെങ്കിൽ ഓടിക്കളിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ക്ഷീണം വരിക, നെഞ്ച് വേദന വരിക, അധികമായ നെഞ്ചിടിപ്പ്, ബോധക്ഷയം, ഇവയൊക്കെ കൺജന്റൽ ഹാർട്ട് ഡിസീസുകളുടെ രോഗലക്ഷണങ്ങളാകാം.
ഇവ കൂടാതെ ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധിക്കുമ്പോൾ ചില സമയം അത് പനി ചുമ കൊണ്ടായിരിക്കാം, ചില സമയങ്ങളിൽ വാക്സിനേഷനോടൊപ്പമുള്ള പരിശോധനയായിരിക്കാം. ഡോക്ടർ സ്റ്റെത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ ഹാർട്ടിൻ്റെ ശബ്ദത്തിന് ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മർമർ സൗണ്ട് പോലെ കേൾക്കുന്നു. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് കൺജന്റൽ ഹാർട്ട് ഡിസീസുകൾ സംശയിച്ച് ഒരു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിൻ്റെ അടുക്ക് കുട്ടിയെ കൊണ്ടുവരുന്നത്. പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിൻ്റെ അടുക്ക് എത്തിയതിന് ശേഷം എക്സ്റേ, ECG, എക്കോ എന്നീ പരിശോധനകളിലൂടെ കൺജന്റൽ ഹാർട്ട് ഡിസീസിൻ്റെ കറക്റ്റായിട്ടുള്ള രോഗനിർണയം നമുക്ക് നടത്താവുന്നതാണ്. ഇതിൽ എക്കോ പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന. കൺജന്റൽ ഹാർട്ട് ഡിസീസ് ഏതാണ് എന്ന് തീർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ചികിത്സയെ പറ്റിയാണ്. നേരത്തെ പറഞ്ഞ കണക്ക് കൺജന്റൽ ഹാർട്ട് ഡിസീസുകളിൽ 50% ഗൗരവമേറിയവ അല്ല. അവയ്ക്ക് കാര്യമായ ചികിത്സ ആവശ്യമില്ല. എന്നിരുന്നാലും കൃത്യമായ ഇടവേളകളിൽ ഫോളോ അപ്പ് ചികിത്സ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് ചെറിയ ഹോളുകൾ, PFO, ചെറിയ ASDകൾ, ചെറിയ മസ്കുലാർ VSDകൾ ഇങ്ങനെയുള്ളവയൊക്കെ കൊച്ചു വളരുന്നതിനനുസരിച്ച് ഹോളുകൾ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വാൽവിനുണ്ടാകുന്ന ചെറിയ ചുരുക്കങ്ങൾ, രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ചെറിയ ചുരുക്കങ്ങൾ, ഇതൊക്കെ കുട്ടി വളരുന്നതിനനുസരിച്ച് പ്രശ്നമില്ലാത്ത സ്റ്റേജിലോട്ട് എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവയ്ക്ക് കൃത്യമായ ഫോളോ അപ്പ് ചികിത്സ മാത്രം മതി. ബാക്കിയുള്ള 50% കൺജന്റൽ ഹാർട്ട് ഡിസീസുകൾക്കാണ് ചികിത്സ ആവശ്യമായിട്ടുള്ളത്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഈ പറയുന്ന രോഗങ്ങൾക്കെല്ലാം ഓപ്പൺ ഹാർട്ട് സർജറി എന്ന സർജിക്കൽ ഓപ്ഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു 80 വർഷമായി ഡെവലപ്മെൻറ്റ് വന്ന് ഒരു നൂതന ചികിത്സാ രീതിയാണ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജി അല്ലെങ്കിൽ കീഹോൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് വളരെയധികം പ്രചാരം ലഭിക്കാൻ കാരണം സർജറിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറച്ച് നാൾ ഉള്ള ഹോസ്പിറ്റൽ വാസം മതി, പെട്ടെന്ന് തന്നെ റിക്കവറി ചെയ്യുന്നു. ഓപ്പൺ ഹാർട്ട് സർജറി പോലെ ഹാർട്ട് നിർത്തി സർജറി ചെയ്യുകയല്ല. ഇപ്പോൾ ഇന്ന് അഡ്മിറ്റ് ആവുന്നു, നാളെ പ്രൊസീജിയർ ചെയ്യുന്നു, അടുത്ത ദിവസം ഡിസ്ചാർജ് ആവുന്നു, 2-3 ദിവസത്തിനകം കുട്ടി ഓടിക്കളിക്കുന്നു, 1-2 ആഴ്ചക്കകത്ത് സ്കൂളിൽ പോകാൻ സാധിക്കുന്നു. ഇതുകൊണ്ട് വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജി അല്ലെങ്കിൽ കീഹോൾ പ്രൊസീജിയേഴ്സ്. ചെറിയ ASDകൾ, മസ്കുലാർ VSDകൾ, അനുയോജ്യമായ പെരിമെംബ്രൈനസ് VSD, PDA മുതലായ ഹോളുകൾ കാലിലെ ഒരു ഞരമ്പിലൂടെ കുഴൽ പോലെയുള്ള ചില ഉപകരണങ്ങൾ കടത്തിവിട്ട് ഹാർട്ടിലെത്തി ബട്ടൺ പോലുള്ള ഡിവൈസ് കൊണ്ട് അടയ്ക്കാവുന്നതാണ്. അതേ കണക്ക് വാൽവുകൾക്കുണ്ടാകുന്ന ചുരുക്കങ്ങൾക്ക് ബലൂൺ പോലൊരു ഡിവൈസ് കൊണ്ട് വികസിപ്പിക്കാവുന്നതാണ്. രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ചുരുക്കങ്ങൾക്ക് ബലൂൺ പോലൊരു ഡിവൈസ് കൊണ്ട് വികസിപ്പിക്കുകയും തുടർന്ന് സ്റ്റെൻറ്റ് ആവശ്യമാണെങ്കിൽ ഇടുകയും ചെയ്യാം. ഇവയൊക്കെയാണ് സാധാരണ രീതിയിലുള്ള ഇൻ്റർവെൻഷണൽ ചികിത്സകൾ. ഈ എല്ലാ ഇൻ്റർവെൻഷണൽ ചികിത്സകളും നമ്മുടെ SAT ഹോസ്പിറ്റലിൽ ചെയ്തു വരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഇൻ്റർവെൻഷണൽ കാർഡിയോളജി അല്ലെങ്കിൽ കീഹോൾ പ്രൊസീജിയേഴ്സിന് ഒരുപാട് വികസനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പായിട്ട് സർജറി മാത്രമായിരുന്നു സൈനസ് വിനോസസ് ASD എന്നൊരു രോഗത്തിനുള്ള ചികിത്സ. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ കീഹോൾ പ്രൊസീജിയറിലൂടെയും സൈനസ് വിനോസസ് ASDയെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് സർജറി കഴിഞ്ഞ് പൾമണറി വാൽവിനൊരു ലീക്ക് ഉണ്ടാകുകയും ആ ലീക്കിലൂടെയുള്ള അധികമായ രക്തം തിരിച്ചു വരുന്ന കാരണം വലത്തെ കീഴറയ്ക്ക് വലിപ്പ കൂടുതൽ, വലത്തെ കീഴറയുടെ പ്രവർത്തനം പോകെ കുറഞ്ഞു വരികയും ചെയ്യുമ്പോൾ ടോപ്പ് സർജറി ചെയ്ത് കഴിഞ്ഞ് 15 മുതൽ 20 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് രണ്ടാമതൊരു സർജറി ചെയ്ത് പൾമണറി വാൽവ് റീപ്ലേസ്മെൻ്റ് എന്നും പറഞ്ഞൊരു പ്രക്രിയ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇപ്പം ഈ കീഹോൾ പ്രൊസീജിയറിലൂടെയും പൾമണറി വാൽവ് മാറ്റിവെക്കൽ പ്രക്രിയ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ അതിസങ്കീർണമായ ചില ഹാർട്ട് ഡിസീസുകളിൽ മൾട്ടി സ്റ്റെപ്പ് സർജറിയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് സർജറി ഫോണ്ടാൻ കംപ്ലീഷൻ എന്ന് പറയും. ഇതിനു മുമ്പ് അത് സർജറിയിലൂടെ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. അത് 2-3 ഘട്ടമായിട്ടുള്ള സർജറിയുടെ അവസാന ഘട്ട സർജറിയാണ്. അപ്പോൾ ഓരോ തവണ കഴിയും തോറും റിസ്ക് കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞതും കീഹോൾ പ്രൊസീജിയറിലൂടെ ഫോണ്ടാൻ കംപ്ലീഷൻ പ്രൊസീജിയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ 50% ചികിത്സ വേണ്ടുന്ന കൺജന്റൽ ഹാർട്ട് ഡിസീസുകളിൽ 25% മാത്രമേ നമുക്ക് ഈ കീഹോൾ പ്രൊസീജിയറിലൂടെ ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള 25%-ന് സർജറി തന്നെ ആവശ്യമാണ്. അതിൽ ഏറെക്കുറെ എല്ലാ കൺജന്റൽ ഹാർട്ട് ഡിസീസുകളും നമുക്കൊരു ഒറ്റ സർജറി കൊണ്ട് തന്നെ ന്യൂനതകളെല്ലാം കറക്റ്റ് ചെയ്ത് ടോട്ടൽ കറക്ഷൻ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചില സങ്കീർണത കൂടിയ കൺജന്റൽ ഹാർട്ട് ഡിസീസുകളിൽ ഈ ഒരു ഒറ്റ സ്റ്റെപ്പ് സർജറി കൊണ്ട് തന്നെ അത് സാധിക്കണമെന്നില്ല. അവിടെ 2 അതിലധികമോ സ്റ്റെപ്പിലുള്ള സർജറികളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. ഇൻ്റർവെൻഷണൽ പ്രൊസീജിയർ ആണെങ്കിലും സർജിക്കൽ പ്രൊസീജിയർ ആണെങ്കിലും ഒരു കൺജന്റൽ ഹാർട്ട് ഡിസീസ് സംശയിച്ച് വരുന്ന ഒരു രോഗിക്ക് കൃത്യമായ ടെസ്റ്റുകൾ നടത്തി കറക്റ്റായ രോഗനിർണയം നടത്തേണ്ട ആവശ്യകത, അത് കഴിഞ്ഞ് ഒരു കെയർഫുൾ ആയിട്ടുള്ള പ്ലാനിങ്, ഈ രോഗത്തിന് ഇൻ്റർവെൻഷണൽ പ്രൊസീജിയർ ആണോ അതോ സർജറി ആണോ ഏറ്റവും അനുയോജ്യമായത്, ഇവയെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളിൽ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങളും അവയ്ക്കുള്ള നൂതന ചികിത്സാ മാർഗങ്ങളും തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രോഹിത് രാജ് GR സംസാരിക്കുകയായിരുന്നു ഇതുവരെ. Shadha